ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ നമ്മളുടെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ക്യാൻവാസ് ഇല്ലാതെ നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുർത്തീൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് മടക്കി വെച്ചതാണ്, ഹാഫാക്കി മടക്കി വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 3.4 നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എടുക്കുന്ന നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ്, അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ബോക്സാക്കി വരച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെ ബോക്സാക്കി വരച്ചെടുത്തതിന് ശേഷം നമ്മളുടെ നെക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. റൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനത് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പിന്ന് കുത്തി കൊടുത്തതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പം ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ അതായത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്താലും മതി. നമ്മൾ ആ ഒരു പ്രോപ്പർ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതലാവുകയാണ് ചെയ്യുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം. അതുകൊണ്ടാണ് 4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറയുന്നത്. കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്താണ്. ഇനി ഈ ഒരു നെക്കും ലൈനിങ്ങും ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്കിൻ്റെ അവിടെ. അങ്ങനെ ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസ് കട്ട് ചെയ്യണം. എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമ്മൾ വേണ്ടത് നമ്മളുടെ ക്രോസ് പീസിൻ്റെ നല്ല വശവും അതായത് കുർത്തിയുടെ ചീത്ത വശവും കൂടി പ്ലേസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് ഒരു തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമ്മൾ നിർത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഒരു 4 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മടക്കി നല്ല ഫിനിഷിങ്ങിൽ മടക്കി നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്യുക, എങ്കിലേ അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്താണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.